ഇതാ ഈ ഒരു പുല്ല് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ സത്യപ്പുല്ലെന്ന് പറയുന്ന പുല്ല് പോലെ. പിന്നെ ഇത് കണ്ട ഒരു തുമ്പപ്പൂ പോലത്തെ പൂവും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാരി ഒന്നും ഉടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല. പക്ഷേ ഇന്ന് എൻ്റെ കെട്ടിയോൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഒരു എക്സ്ട്രാ സന്തോഷം തോന്നിയതുകൊണ്ട് ഞാൻ സാരിയൊക്കെ ഉടുത്തു. എന്നാൽ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പൂ വെക്കാം. തുമ്പപ്പൂ അല്ല കേട്ടോ, തുമ്പപ്പൂ പോലത്തെ ഒരു പൂ. ഇനി നമ്മുടെ ഡെയിലിയുള്ള ഡിസൈനിന് പകരം കുറച്ച് വെറൈറ്റി ഉള്ള എന്തെങ്കിലും ഡിസൈൻ ഇട്ടാലോ. ഇങ്ങനെ നമുക്ക് റോസാപ്പൂ കിള്ളി ഇടാം, പിച്ചി. നല്ല മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടല്ലേ ബാക്കിൽ. ശരിക്കും നാട്ടിലെ ഒരു ഫീല്. രാവിലെ മഴയൊക്കെ പെയ്ത് പിന്നെ ഇന്ന് പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങി പറിച്ചിട്ടൊന്നുമില്ല. ആകെ ഈ ഒരു തുമ്പപ്പൂ പോലത്തെ പൂവേ പറിച്ചുള്ളൂ. ചുമ്മാ പാർക്കിൽ കൂടെ നടന്നപ്പോൾ തന്നെ പറമ്പിലൊരു നടന്ന ഫീല്. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ അമ്മച്ചി ഒരു വീഡിയോ, നാട്ടിൽ പൂടുന്നതിൻ്റെ ഒരു വീഡിയോ, രാജുവേട്ടൻ വന്നിട്ടുണ്ട് നാട്ടിൽ, എൻ്റെ കസിൻ ചേട്ടനാണ്. അപ്പോൾ ചേട്ടായി ഞങ്ങളെല്ലാവരും കൂടി പണ്ട് പൂ പറിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് ചേട്ടായി അതുപോലെ പണ്ടത്തെ പോലെ മന്ദാരപ്പൂവൊക്കെ കയറി പറമ്പിൽ കയറി എത്തിപ്പറിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു എക്സ്ട്രാ സന്തോഷമുണ്ടായിരുന്നു ഇന്ന് രാവിലെ പൂക്കളം ഒരുക്കാൻ. പിന്നെ അമ്പിയമ്പിയും അമ്മയും അച്ചായിയും എല്ലാവരും കൂടെ പൂ ഒരുക്കുന്നു അവിടെ. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ് എൻ്റെ കൽപ്പനയിലുള്ളത്. അത് എത്രത്തോളം സത്യത്താവുമെന്നൊന്നും അറിയില്ല. നമുക്ക് ശരിക്കും പച്ചയുടെ മുകളിലായതുകൊണ്ട് പച്ച ഇല വെക്കുമ്പോൾ അത്ര എടുപ്പില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഉണക്കപ്പൂലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെ. ബാലിന് 2 പൂ വെക്കുന്നോ ബാൽ? നെഹി എന്ന് പറഞ്ഞാൽ നെഹി. നമുക്കൊരു ചെടിച്ചട്ടി പോലെ ഒരു ഫീൽ ഉണ്ടാക്കാം പൂക്കൾ കൊണ്ട്. ചെടിച്ചട്ടിയിൽ നിന്ന് ഉണർന്നു വരുന്ന പൂ. അങ്ങനെ എൻ്റെ പൂക്കളൊക്കെ എൻ്റെ പൂക്കളം അങ്ങനെ എൻ്റെ പൂക്കളം റെഡിയായി. ഒരു പൂച്ചട്ടിയിൽ നിന്ന് പൂ വിടർന്നു വന്നു. അപ്പോൾ ഹാപ്പി 3ാം ഓണം അല്ലേ, 3rd ഓണം. ഹാപ്പി 3rd ഓണം. അപ്പോൾ നാളെ കാണാം. ബൈ.